സത്യം പറഞ്ഞ പടച്ച തമ്പുരാനെ എനിക്കറിയില്ല. അവരോട് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. അവരെന്താണ് പറയുന്നതെന്ന് അറിയില്ല. മുഹമ്മദ് റിയാസ് വീണയെ കല്യാണം കഴിച്ചത് വ്യഭിചാരമാണെന്ന് പ്രസംഗിച്ച പാർട്ടിയാണ്. ഒന്നാമത്തെ പരാതിക്കാരിയും ഇതേ സണ്ണി ജോസഫിന് ഇമെയിൽ വഴി പരാതി അയച്ചിരുന്നു. എനിക്ക് ഇതുവരെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നുവെന്നും ചാനലുകളിൽ ആ ഇമെയിലിന്റെ സ്ക്രീൻഷോട്ട് പോലും വന്നിട്ടുള്ളതാണ്. മാധു ഇവിടെ പറഞ്ഞതുപോലെ വാർത്ത വന്നതിന് ശേഷം നിക്കക്കള്ളി ഇല്ലാതായപ്പോഴാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. ഈ സൈബർ ഇടത്ത് സംരക്ഷണം ഒരുക്കുന്നതിലേറിയ കൂറും ലീഗ് ഹാൻഡിലുകളാണ് എന്നൊരു ആരോപണം അങ്ങ് ഉന്നയിച്ചല്ലോ. എന്താണ് അതിലെ താല്പര്യം? കോൺഗ്രസ് തള്ളിക്കളഞ്ഞിട്ടും തീരാത്ത താല്പര്യം. ഈശ്വര ഇനി എന്ത് ചെയ്യും? ഉഭയസമ്മത പ്രകാരമാണെങ്കിൽ പീഡിപ്പിച്ചാൽ എന്താ, ഗർഭിണിയാക്കിയാൽ എന്താ, അബോർഷൻ ചെയ്താൽ എന്താന്ന് ഇപ്പം ചോദിക്കുന്ന ലീഗിന്റെ അണികളോട് എന്താണ് ചോദിക്കേണ്ടത് പറയുന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുകയില്ല. ആ ചോദ്യം ചോദിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് എപ്പോഴെങ്കിലും നേരം വെളുക്കട്ടെ. പണ്ട് EK നായനാർ പറഞ്ഞ പോലെ എന്റെ അടുത്ത് വന്ന് ഭയങ്കര ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ നട്ടുച്ചയാണെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറാണ് ഫേസ്ബുക്കിൽ. അത് മാത്രമേ ഇവിടെയും ചെയ്യാനുള്ളൂ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. സത്യം പറഞ്ഞ പടച്ച തമ്പുരാനെ എനിക്കറിയില്ല. അവരോട് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. അവരെന്താണ് പറയുന്നതെന്ന് അറിയില്ല. മുഹമ്മദ് റിയാസ് വീണയെ കല്യാണം കഴിച്ചത് വ്യഭിചാരമാണെന്ന് പ്രസംഗിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്.